ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. ഈ ഭൂമിയിൽ നല്ല പ്രവൃത്തികൾ കൂടുതലായി തീരുന്ന സമയത്ത് ഒരു ജീവാത്മാവിന് മഹാമന്ത്രങ്ങളും മന്ത്രദേവതകളെയും മന്ത്ര അധിഷ്ഠാന സാധുജനങ്ങളെയും ഗുരുഭാഗ്യവും ലഭിക്കുന്നു. ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം നേടുക എന്നുള്ളതാണ് മനുഷ്യജന്മത്തിൻ്റെ സാഫല്യം. നമ്മൾ എത്രയൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് വെച്ചാലും ഗുരു ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ ഗുരു നമ്മുടെ രീതിയിൽ അദ്ദേഹം എന്താണോ ഉദ്ദേശിക്കുന്നത് ആ തലത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. കാരണം ഗുരു എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയാണ്, ഗുരുത്വമാണ്. അപ്പോൾ നമുക്ക് കിട്ടേണ്ടതും ഗുരുവിനോടുണ്ടാകുന്ന ശ്രദ്ധയും ഭക്തിയുമാണ്. ശ്രദ്ധയും ഭക്തി എന്ന് പറഞ്ഞാൽ ശരിക്ക് ഗുരു എന്താണോ പറയുന്നത് അത് അതുപോലെ അനുസരിക്കുന്നതാണ് ശ്രദ്ധാഭക്തി. ഗുരുവിനോടുള്ള നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സേവനം എന്ന് പറയുന്നത് എന്താണോ അവിടെ നിന്ന് അരുളി ചെയ്യുന്നത് അത് അക്ഷരം പ്രതി അതുപോലെ അനുസരിക്കുക എന്നുള്ളതാണ് നരജന്മ സാഫല്യം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കുടുംബത്വം എന്ന് പറയുന്നത് അതാണ്. ആ കുടുംബത്തിൽ നിന്നാണ് നമുക്ക് ഗുരുത്വം ലഭിക്കുന്നത്. ആ ഗുരുത്വത്തിൽ നിന്നാണ് നമുക്ക് വ്യക്തിത്വം കിട്ടുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഈശ്വര നാമങ്ങൾ, ഈശ്വര മന്ത്രങ്ങൾ ഇടവിടാണ്ട് നമ്മുടെ നാവിൽ ഉണരണം. അതിന് ഗുരു അനുഗ്രഹിക്കണം. എങ്കിലേ നമുക്ക് ഈശ്വരനാമങ്ങൾ ജപിക്കുവാനും അതിനേക്കാളും കുറേ കൂടെ അതിന് വലിയ ശക്തി കൊടുക്കുന്നതാണ് ഈശ്വര മന്ത്രങ്ങളെ മനനം ചെയ്യുക. എന്നുവെച്ചാൽ മനസ്സിലത് വരണം. മനസ്സിലത് വന്നാൽ ആ രൂപം മനസ്സ് അതായിട്ട് മാറും. എങ്ങനെയാണോ ജലം ഏതെങ്കിലുമൊക്കെ വെസൽസിലോ പാത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ രൂപം പെട്ടെന്ന് ഓൺ ദ സ്പോട്ടിൽ തന്നെ ആകുന്നില്ലേ, അതുപോലെ മനസ്സിൽ ഈശ്വര മന്ത്രങ്ങൾ പറയുന്ന സമയത്ത് ആ മന്ത്രദേവത നമ്മുടെ മനസ്സിൽ പ്രകടമാകും, തെളിയും. പക്ഷെ അത് കണ്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഗുരു കടാക്ഷം വേണം, ഗുരുവിൻ്റെ അനുഗ്രഹം വേണം. അതിന് നമ്മൾ ഗുരുവിൻ്റെ മുന്നിൽ, ഈശ്വരൻ്റെ മുന്നിൽ ഏത് സങ്കല്പങ്ങളും വയ്ക്കാം. എന്തുകൊണ്ടെന്നാൽ ഗുരുവും ഈശ്വരനും ഒന്ന് തന്നെയാണ്. അപ്പോൾ അവർ നമുക്ക് നന്മ മാത്രമേ ചെയ്യൂ. നമ്മൾ എന്ത് ചോദിച്ചാലും ഗുരു എന്ന് പറയുന്ന മഹാത്മാവ് നമ്മളിൽ എന്താണോ ഗുണം ചെയ്യുന്നത് അത് മാത്രമേ നമുക്ക് തരൂ. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എന്ത് ചോദിച്ചാലും ചിരിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് ഗുണം കിട്ടുമോ അത് മാത്രമേ ഗുരു നമുക്ക് അനുവദിച്ച് തരികയുള്ളൂ. ഒരു ഉദാഹരണം പറയുമ്പോൾ, പണ്ട് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് മഹാബലി 100 യാഗങ്ങൾ നടത്തുന്നു ഇന്ദ്രപദവിക്ക് വേണ്ടി. അപ്പോൾ ആ യാഗത്തിൻ്റെ പരിസമാപ്തി ആയിക്കഴിഞ്ഞാൽ മഹാബലി ഇന്ദ്രനായി തീരണം. അപ്പോൾ അത് പാടില്ല എന്നുള്ള വിചാരത്തിൽ ഇന്ദ്രൻ തന്നെ വിഷ്ണുവിനെ പ്രാർത്ഥിച്ചിട്ട് വാമന അവതാരത്തിലൂടെ മഹാബലിയുടെ ആ ഒരു ഇച്ഛാഭംഗം ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ യജ്ഞവേദിയിലേക്ക് മഹാബലിയുടെ ആ 100ാമത്തെ യജ്ഞത്തിൻ്റെ പരിസമാപ്തി എത്തുന്നതിന് മുമ്പ് വാമനൻ അവിടെ എഴുന്നള്ളുന്നു. വാമനൻ വെച്ചാൽ വിഷ്ണു വാമനനായിട്ട് വരിക. ഒന്നാമത് സൗന്ദര്യത്തിടമ്പ്, സൗന്ദര്യോത്തരി സുന്ദരഹരം. അങ്ങനെയുള്ളത് കൊച്ചു കുഞ്ഞായി വരുമ്പോഴത്തേക്ക് ആ ഈശ്വര ചൈതന്യം മുഴുവൻ അതിൽ തെളിഞ്ഞ് നിറഞ്ഞു നിൽക്കുക. അപ്പോൾ മഹാബലിയുടെ ആ യാഗശാലയിലേക്ക് ആ വടുവിൻ്റെ വരവ്, പ്രത്യേകിച്ച് ആ പുഞ്ചിരി, പിന്നെ അദ്ദേഹത്തിൻ്റെ ആ നോട്ടം, കൊച്ചു കുഞ്ഞൊക്കെ ആയിരിക്കുമ്പോൾ നിഷ്കളങ്കമായ ഒരു നോട്ടമാണ്. പിന്നെ ആ ഒരു ശരീരഘടന, വടുവ കൊച്ചു കുഞ്ഞാണ്. അപ്പോൾ അത് കയറി വരുന്ന കണ്ട സമയത്ത് മഹാബലിയുടെ അടുത്തിരുന്ന ആ മകൾക്കൊരാഗ്രഹം, അയ്യോ ഇത്രയും വലിയൊരു കുഞ്ഞിനെ കണ്ടപ്പോൾ എനിക്കൊന്ന് പാല് കൊടുത്താൽ എന്തേന്നൊരു സംശയം തോന്നി. നേരത്തെ പറഞ്ഞ പോലെ ഭഗവാന്റെ മുന്നിലും ഈശ്വരൻ്റെ മുന്നിലും ഗുരുവിൻ്റെ മുന്നിൽ നമുക്ക് എന്താണോ ആഗ്രഹം തോന്നുന്നത് അത് അതിൻ്റെ സമയം വെക്കുമ്പോൾ അത് തരും. അപ്പോൾ ഇത് ഉടനെ തന്നെ വാമനന് മനസ്സിലായി. മഹാബലിയുടെ മോളിങ്ങനെ നോക്കുന്ന കണ്ടപ്പോൾ മനസ്സിലായി എന്താണ്, ഒരമ്മയുടെ ലാഞ്ചന കണ്ടു. അപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറയുന്ന 3 തവണ കണ്ണിങ്ങനെ അടച്ച് കാണിച്ചു എന്നാണ്. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായില്ല ഇത് എന്ത് ചെയ്യുന്നു. അപ്പോൾ അമ്മ അങ്ങ് പൊട്ടിച്ചിരിച്ചു പോയി. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തന ശൈലി എന്താണ്, കുറേ കഴിഞ്ഞിട്ട് ഞാൻ ആഗ്രഹം സാധിപ്പിക്കാമെന്നാണ് തെളിയിച്ച് കൊടുത്തത്, കണ്ണടച്ച് കാണിച്ചത്, ഇപ്പോഴല്ല എന്ന്. ആ ആഗ്രഹമാണ് പിന്നെ യുഗങ്ങൾ മാറി ദ്വാപരയുഗമായി കൃഷ്ണാവതാരമായി ആമ്പാടിയിൽ തൊട്ടിലിൽ കിടക്കുന്ന സമയത്ത്
കംസ സഹോദരിയായിട്ട് വരുന്നത് മഹാബലിയുടെ മകളാണ്. കാരണം അന്നത്തെ ആഗ്രഹം, വാമനനായിരുന്ന സമയത്തുണ്ടായ ആഗ്രഹം സാധിക്കാനായിട്ട് ആമ്പാടിയിൽ സൗന്ദര്യത്തിടമ്പായിട്ടാണ് കയറി വരുന്നത്. ഭയങ്കര സൗന്ദര്യമാണ്. ഇത്രയും സൗന്ദര്യം ആമ്പാടിയിൽ ആരും കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു സുന്ദരിയെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ വന്നിങ്ങനെ അവരൊക്കെ പണ്ട് കാലത്ത് വന്നാൽ ഉടനെ കൊച്ചുങ്ങളെ എടുത്തോളൂ. അപ്പോൾ ഈ പറയുമാതിരി ഈ സുന്ദരി എന്നിപ്പോൾ എല്ലാവരും മാറിക്കൊടുത്തു. എന്താ അത്ര സുന്ദരി ഇങ്ങനെ ഈ നമ്മുടെ കൊച്ചു കൃഷ്ണനെ കാണാനായിട്ട് കൊച്ചു പയ്യനെ കാണാൻ വന്നല്ലോ. അവർക്ക് വലിയ സന്തോഷം. കാരണം ഈ വലിയ ആളുകളെ കാണാൻ വരുമ്പോൾ, വലിയ ആളുകൾ വരുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ മഹത്വം ഏറും. അപ്പോൾ ഇവിടെ ഈ പറയുമാതിരി ഇവർക്ക് വലിയ സന്തോഷം, ഗോപിമാർക്ക് സന്തോഷം, യശോദയ്ക്ക് എന്താ ഒരു പുതിയ മതം പറഞ്ഞു മധുരേന്ന് വരികയാണെന്ന്. അപ്പോൾ ഇങ്ങനെ വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വലിയ സന്തോഷമായി. അവരൊക്കെ വളരെ സന്തോഷത്തിൽ കുഞ്ഞിനെ എടുത്ത് നേരെ യശോദ കൊണ്ടുവന്ന് തൊട്ടിലിൽ കിടത്തിയിരിക്കുക. ആ കിടത്തിയിരിക്കുന്ന കൃഷ്ണനെ എടുത്ത് നേരെ ഈ വന്ന സുന്ദരിയുടെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ പറയുമാതിരി അന്നത്തെ കാലോചിതമായിട്ട് അവരൊക്കെ അവിടെ നിന്ന് അങ്ങനെ പതുക്കെ എല്ലാവരും അങ്ങ് മാറിയ സമയത്താണ് തൻ്റെ ആഗ്രഹപൂർത്തി നടത്തുന്നത്. ആരാണ്? മഹാബലിയുടെ മകൾ. തനിക്കിങ്ങനെ കൊച്ചുകുഞ്ഞിനെ പാലൂട്ടണം എന്നുള്ള ആ ഒരു അത്യാഗ്രഹമായിരുന്നു. അപ്പോൾ അതിവിടെ കൃഷ്ണൻ പൂർണ്ണമാക്കുന്നു. അപ്പോൾ കൃഷ്ണനും കണ്ണ് തുറക്കണില്ല കൈ ഇരുന്നിട്ടും. കാരണം എന്താണ്? ഇവരുടെ ലീലകൾ എന്താണെന്നൊക്കെ ഒന്ന് ഊഹിച്ച് നോക്കുക. എങ്ങനെയാണ് ഇവളെ നമ്മൾ അടുപ്പിക്കേണ്ടത്? അപ്പോൾ ഇത്രയും മടിയിലിരുന്ന് അമ്മയുടെ രൂപത്തിൽ വന്ന് നിൽക്കുന്ന ഇവളെ ഞാൻ എന്ത് ചെയ്യണം? കണ്ണ് തുറന്നാൽ പിന്നെ ഈ പറയുമാതിരി വിഷം പുരട്ടിയിരിക്കുന്ന പാല് കൊടുക്കാനായിട്ട് അവൾക്ക് സാധിക്കില്ല. കാരണം ആ കണ്ണിൻ്റെ ആ സൗന്ദര്യം എങ്ങനെ കണ്ണൻ എന്ന് പറയുമ്പോൾ വലിയ കണ്ണോട് കൂടിയാണ് കണ്ണൻ. അങ്ങനെയുള്ള കണ്ണൻ്റെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വിഷം കൊടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് കൃഷ്ണൻ കണ്ണ് കാണിച്ചു കൊടുത്തില്ല, കണ്ണടച്ചു വെച്ചിരുന്നു. അപ്പോഴാണ് ഈ പറയുമാതിരി താൻ വന്ന ഉദ്ദേശം ഈ പറയുമാതിരി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ശിശുക്കളെയൊക്കെ കൊല്ലുക എന്നുള്ള രീതിയിൽ കംസ ആജ്ഞയാണ്. അതനുസരിച്ചാണ് ഇപ്പോൾ ഇവിടെ ആമ്പാടിയിലും പൂതന എത്തിയിരിക്കുന്നത്. പൂതന എന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ ഭൂതം ഇല്ലാത്തവളെന്നാണ്. ഭൂത് നാഹ്. ഇനി അവൾക്ക് ഭൂതകാലം ഇല്ല, ഇപ്പോൾ പ്രസൻറ്റായി. കാരണം കിട്ടേണ്ടതിനെ കിട്ടിക്കഴിഞ്ഞു. കയ്യിൽ തൻ്റെ കണ്ണനെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറയുമാതിരി തൻ്റെ പൂർണ്ണമായ അത്യാഗ്രഹം അവൾ സാധിക്കുന്നു. എങ്ങനെയാണ്? വിഷം പുരട്ടിയ അതാണ് ഇവിടെ പാല് കൊടുക്കുന്നത്. പക്ഷേ കൃഷ്ണൻ ഈ പറയുമാതിരി അതിലൊന്നുമില്ല. എല്ലാം കൃഷ്ണൻ ഈ പറയുമാതിരി എന്താണ് കിടക്കണത്? അനന്തനില്ല, അനന്തശായിയ. അതിലിനി പറയുമാതിരി അപ്പോൾ പിന്നെ ഈ വിഷത്തിന് പേടിയൊന്നുമില്ല. അപ്പോൾ ആ അനന്തശായിയായ ബാലകൃഷ്ണനെ തൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നത് പാലെന്ന് പറയുന്നത് ഈ പശുവിനെ പോലെയാണ്, അമൃതമാണ്. പശുവിൻ്റെ അമൃതമാണ് പാലായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ പൂതനയിലുണ്ടായിരുന്ന അമൃതമാണ് പ്രാണൻ. അപ്പോൾ ഈ പാലിൽ കൂടെ ആ പ്രാണനും കൂടെ അങ്ങ് കഴിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഈ വിഷവും കൂടെ ചെന്നപ്പോൾ സൂർദാസ് ഒരിടത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ പൂതനയുടെ വിഷം ചെന്നപ്പോഴാണ് കുറച്ച് കറുപ്പായിരുന്ന കൃഷ്ണൻ നല്ലോണം കറുത്തത്. കാർമുകിൽ വർണ്ണനായത് ഈ വിഷം ചെന്നപ്പോഴത്തേക്ക് കുറേ കൂടെ നല്ലോണം കറുത്തു എന്നാണ്. അങ്ങനെ എന്താണ്? തനിക്ക് വിഷം തന്ന പൂതനയെ പൂർണ്ണ മോചനം കൊടുത്തു. എങ്ങനെയാണ്? അമ്മയ്ക്കുണ്ടാകുന്ന സദ്ഗതിയാണ് അവൾക്ക് നൽകിയത്, മോക്ഷപ്രാപ്തിയാണ് കൊടുത്തത് പൂതനയ്ക്ക്. അപ്പോൾ ആളുകളെല്ലാം വന്നു. കാരണം എന്താണ്? ഇവർ അലറി വിളിക്കുന്നു, എന്നെ വിടൂ എന്ന്. ആദ്യം ഇങ്ങോട്ട് പിടിച്ച്, പിന്നെ എന്താണ്? അങ്ങോട്ട് പിടിക്കുക, കൃഷ്ണ അങ്ങോട്ട് പിടിക്കുക. അപ്പോൾ വിടുന്ന് പറഞ്ഞിട്ട് വിടുന്നില്ല. അങ്ങനെ തൻ്റെ ജീവൻ പോലും അമ്മയുടെ രൂപത്തിൽ, അമൃത രൂപത്തിൽ കൃഷ്ണൻ പകർന്നെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എല്ലാവരും ഓടിയപ്പോൾ എന്താണ്? ഭയങ്കരമായ ഒരു സത്വം, ഒരു രാക്ഷസി അവിടെ നിറഞ്ഞു കിടക്കുന്നു. അയ്യോ ഇതെങ്ങനെ? അപ്പോൾ നോക്കിയപ്പോൾ ഏണി വെച്ചൊക്കെയാണ് ഗോപികമാർ കയറി ചെന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് അവർ ഈ പറയുമാതിരി പശുവിൻ്റെ വാലൊഴിയുക, മന്ത്രം പറഞ്ഞു കൃഷ്ണനെ രക്ഷിക്കാനാണ്. എല്ലാവരും രക്ഷിക്കുന്ന കൃഷ്ണനാണ്. പക്ഷേ അവരുടനെ തന്നെ ഇതിന് വേണ്ടതായ ക്രിയകളൊക്കെ ചെയ്തു. അപ്പോഴത്തേക്ക് മധുരയിൽ പോയൊരു നന്ദഗോപുരം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒന്നും അടുക്കാൻ പറ്റുന്നില്ല. എന്താണ്? വലിയൊരു മല കാണാൻ. ഇതേത് മല? നമ്മൾ കാണാത്ത മല എന്ന് നോക്കിയപ്പോഴാണ് ആ രാക്ഷസി എന്ന് മനസ്സിലായത്. അപ്പോൾ അവർക്കത് ദഹിപ്പിക്കണം. എങ്ങനെ ദഹിപ്പിക്കും? അവിടെ പെട്ടെന്നൊന്നും പറ്റുന്നില്ല. ഓരോ കാലിൻ്റെ ഭാഗം തൊട്ട് ഓരോ ഭാഗമായിട്ട് അവർ അറുത്ത് തുണ്ടമാക്കി കൊണ്ടുവന്ന് ദഹിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ ദഹിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ മഹത്വം മനസ്സിലായത്. എന്താണ്? അമ്മയ്ക്കുള്ള സദ്ഗതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ പറയുമ്പോൾ ഗംഗയിലേക്ക് മലിനജലം, ഡ്രെയിനേജ് വാട്ടർ എല്ലാം ചെന്ന് ഗംഗയിൽ തൊട്ട് കഴിഞ്ഞാൽ അത് തീർത്ഥമായിട്ട് മാറും, ഗംഗാ തീർത്ഥമാവും. ഇത്രയും ഗംഗയിലെ മലിനജലമെന്ന് ആരും പറയുന്നില്ല. അതുപോലെ ഇത് ഗംഗയുടെ അവതാരത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് കൃഷ്ണൻ.
അപ്പോൾ ആ കൃഷ്ണനിലേക്ക് പൂതന ചെന്ന് തൊട്ട് കഴിഞ്ഞപ്പോൾ അവളെന്താണ് അമൃതമയമായി തീർന്നു. ഏതാണ് അവളുടെ ആ വിഷം പരത്തിയ ശരീരം പോലും അമൃതമയമായി തീർന്നു, അമൃതത്വത്തിലേക്ക് ചെന്നു. ഈ ശരീരം ഇങ്ങനെ കത്തിയപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ധൂമങ്ങളിലൊക്കെ അകിലും ചന്ദനവും ഈ പറയുമാതിരി ഇങ്ങനെ ഒരു രാമക്ഷം ഈ സുഗന്ധദ്രവ്യമാണ് അവിടെ അത്രയും വ്യാപിച്ചത്. ആളുകൾക്ക് അതിശയം, എന്തേ ഇങ്ങനെ ഒരു ശവശരീരം കത്തും ഇങ്ങനെ വന്നിട്ടില്ല. ഒരു പക്ഷേ അവിടെ നിന്നായിരിക്കും ഇതിൻ്റെ ഒരു തുടക്കം. ഏതാണ് മനുഷ്യ ശരീരം കത്തുമ്പോൾ നമ്മൾ കുറേ രാമച്ചവും ചന്ദനമൊക്കെ കൊണ്ടിടും, പക്ഷേ അതിനു മുമ്പേ കത്തും, പിന്നെ നമ്മളെ തന്നെ നാറും. പക്ഷേ ഇത് കൃഷ്ണൻ തൊട്ട ശരീരമായതുകൊണ്ട് ആ ശരീരത്തിൽ മുഴുവൻ ഈ സുഗന്ധദ്രവ്യത്തിൻ്റെ മണമാണ് ആ പ്രദേശം മുഴുവൻ വ്യാപിച്ചത്. അതാണ് ഇന്നിപ്പോൾ ഇങ്ങനൊരു പ്രക്രിയ വന്ന ശവത്തിൽ നമ്മൾ അടക്കും മുമ്പ് ഈ ചന്ദനവും രാമച്ചവും സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇടുന്നത് പൂതനയുടെ രൂപത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടാക്കി വെച്ചത് പൂതനയാണ്. അപ്പോൾ കൃഷ്ണൻ്റെ ആ ഒരു ലീലയാണ് ഇതിൽ കാണുന്നത്. കാരണം എന്താണ്, തനിക്ക് തന്ന വിഷത്തിനെ അദ്ദേഹം മാറ്റി. വിഷമെന്ന് പറയുമ്പോൾ രണ്ടർത്ഥം പറയും. ഒന്നെന്താണ്, അതിലൊരു മാ കൂടെ ചേരും. ഏതാണ് വിഷമം. അതിൻ്റെ മുമ്പ് രണ്ടക്ഷരം കൂടെ ചെയ്ത് മനോവിഷമം. ഇതാണ് കാളകൂട വിഷത്തിനേക്കാളും ഭയങ്കരം. അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആർക്കും ഒരു മനോവിഷമം ഉണ്ടാക്കാണ്ട് ഈശ്വരനാമങ്ങൾ പ്രചരിപ്പിക്കുക, ഈശ്വരനാമം ജപിക്കുക, അതിനു വേണ്ടി ജീവിക്കുക.